ഡോക്ടർ BR അംബേദ്കറാണ് വിഷയം. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഭരണഘടനയുടെ 75-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രസംഗത്തിനിടയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ നടത്തിയ ഒരു പരാമർശം, അംബേദ്കർ 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 എന്നിങ്ങനെ പ്രതിപക്ഷം നന്നായി ഉപയോഗിക്കുന്നുണ്ട്. അവരത് ഉപയോഗിച്ചിരുന്നത് അംബേദ്കറിന് പകരം ദൈവനാമം ചൊല്ലിയിരുന്നെങ്കിൽ അടുത്തൊരു 7 ജന്മത്തേക്ക് അവർക്ക് സ്വർഗം കിട്ടുമായിരുന്നേനെ എന്ന് തുടങ്ങി പരിഹസിക്കുന്ന രൂപത്തിൽ അമിത് ഷാ ഒരു പരാമർശം നടത്തുകയുണ്ടായി. അതിനെ തുടർന്ന് പാർലമെൻറ്റിൽ ബഹളമായി. പ്രതിപക്ഷവും ഭരണപക്ഷവും ഇന്ന് വാക്കേറ്റവും അതുപോലെ ശക്തമായ പ്രക്ഷോഭവും ഒക്കെ പാർലമെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസൈറ്റിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. സ്വാഗതം. ഡോക്ടർ ഭീംറാവു അംബേദ്കർ വർഷങ്ങൾക്ക് ശേഷവും ആ ഒരു പേരുച്ചരിച്ചപ്പോൾ തന്നെ നമ്മുടെ പാർലമെൻറ്റ് പ്രക്ഷുബ്ധമാവുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടത്? സത്യത്തിൽ ഭരണപക്ഷം ഈ ഒരു അമിത് ഷായുടെ ഈ പരാമർശത്തോടു കൂടി പ്രതിസന്ധിയിലായി എന്ന് തന്നെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? പ്രതിസന്ധിയിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറേ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ട് വരുന്നൊരു കാര്യമുണ്ട്. അതായത് ഡോക്ടർ BR അംബേദ്കറെ അവരുടെ പാളയത്തിലേക്ക് കൊണ്ടുപോകുക, സംഘപരിവാർ പാളയത്തിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നൊരു ശ്രമം അവർ കുറേ കാലമായിട്ട് നടത്തുന്നത്. അത് പല ആളുകളുടെ കാര്യത്തിലും ഇതേ, ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ മുതൽ ഇങ്ങോട്ട് പല ആളുകളെയും ഭഗത് സിംഗിനെ വരെ സംഘപരിവാറാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായി BR അംബേദ്കറും എന്തോ അവരുടെ ഭാഗത്തുള്ള ഒരാളാണ് എന്നുള്ള മട്ടിൽ വ്യാഖ്യാനിക്കാൻ അവർ കുറേ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നുണ്ട്. അതിൻ്റെ ആ ശ്രമങ്ങൾക്കുണ്ടായ ഒരു 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 തിരിച്ചടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അമിത്ഷാ പറയുന്നത്, നിങ്ങളിങ്ങനെ അംബേദ്കർ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇത് നിങ്ങൾ ദൈവനാമമാണ് ഉച്ചരിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് 7 ജന്മത്തേക്ക് സ്വർഗം കിട്ടിയേനെ എന്നാണ് പറയുന്നത്. അത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നത് അമിത്ഷായുടെ ഒരു സവർണ ബോധമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അംബേദ്കറിൻ്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അയാളൊരു ദളിതനാണ് എന്ന ബോധമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആ ബോധം എന്ന് പറയുന്നത് അമിത്ഷായുടെ മാത്രമല്ല, അത് ഈ സംഘപരിവാർ ഐഡിയോളജിയുടെ ഒരു ബോധമാണ്. ആ സവർണ ബോധത്തിലാണ് ഐഡിയോളജി വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ് അറിയാതെ. കാരണം വെച്ചാൽ നമ്മൾ കുറേ കാലമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലോട്ടിന് വിരുദ്ധമാണിത് എന്ന ഒരു ബോധം പെട്ടെന്ന് നഷ്ടപ്പെടുകയും അങ്ങ് പറഞ്ഞു പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ട് മനസ്സിലാക്കിയെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലുണ്ടായ വലിയ വിജയം, ആ വിജയത്തിന് പ്രധാനമായിട്ടുള്ളൊരു കാരണമായിട്ട് പിന്നീട് വിലയിരുത്തപ്പെട്ടത് ഈ ഭരണഘടന അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു എന്നുള്ള പ്രചരണം ഈ ദളിത് വിഭാഗങ്ങളിലുണ്ടാക്കിയ പരിഭ്രാന്തി, മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽ കൂടി ഉണ്ടാക്കിയ പരിഭ്രാന്തി, ഭരണഘടനാ വ്യവസ്ഥകൾ അട്ടിമറിക്കപ്പെട്ടാൽ തങ്ങളുടെ അവകാശങ്ങൾ കൂടെ നിഷേധിക്കപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നൽ അവരിലുണ്ടായതിൻ്റെ കൂടെ പ്രതിഫലനമാണ് ഈ BJPക്ക് ഉത്തർപ്രദേശിലുണ്ടായ തിരിച്ചടി എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതൊരു പരിധിവരെ ശരിയുമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഇലക്ഷൻ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പ്രതിപക്ഷം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് പ്രതിപക്ഷം അതിൽ എന്താ പറയുക, അമിത്ഷായുടെ പരാമർശത്തെ വളരെ പെട്ടെന്ന് കൗണ്ടർ ചെയ്യാനും അത് BR അംബേദ്കറെ അപമാനിക്കാനുള്ള ശ്രമമാണ് എന്ന്, യഥാർത്ഥത്തിൽ തന്നെ അത് അപമാനിക്കാനുള്ള ശ്രമം തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ BR അംബേദ്കറെ സ്വന്തം ആളായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും മനുസ്മൃതി കത്തിച്ച ആളാണ് BR അംബേദ്കർ. ഹിന്ദുത്വ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിന്ദുയിസത്തിൻ്റെ ജാതി വ്യവസ്ഥകളെ തീർത്തും എതിർത്ത ഒരാളാണ് അംബേദ്കർ. അപ്പോൾ അങ്ങനെ ഒരാളുടെ യഥാർത്ഥ ഉള്ളടക്കത്തെ അല്ല RSSോ ഇതര സംഘപരിവാർ സംഘടനകളോ സ്വാംശീകരിക്കുന്നത്. അവരതിനെ അവർക്കൊരു പൊളിറ്റിക്കൽ ടൂളാക്കി മാറ്റാൻ പാകത്തിലാണത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് പ്രതിപക്ഷം അതിനെ കൃത്യമായിട്ട് അത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് നിലവിലുള്ള ഘട്ടത്തിൽ, അതായത് ഹിന്ദു എന്ന് പറയുന്ന ഒരൊറ്റ നിർവചനത്തിൻ്റെ കീഴിലേക്ക് ദളിതുകളെ, പിന്നോക്ക വിഭാഗങ്ങളെ എല്ലാം ഇങ്ങനെ അടുക്കി കെട്ടിയിട്ട് കൊണ്ടുവരാനാണ് RSS ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുറേയൊക്കെ അവർ വിജയിച്ചിട്ടുമുണ്ട്. അതിലൊരു വിള്ളലുണ്ടാക്കാൻ ഒരു പക്ഷേ പ്രതിപക്ഷത്തിന് സഹായിച്ചേക്കും ഈ വിവാദം എന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ് ഇപ്പോൾ അംബേദ്കറിനെ ഇങ്ങനെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അംബേദ്കറും കോൺഗ്രസും തമ്മിൽ ഉടക്കിയ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാത്മാഗാന്ധിയോട് പോലും
അനിലേഷൻ ഓഫ് കാസ്റ്റ് പുസ്തകം ഇറങ്ങുന്ന സന്ദർഭം അങ്ങനെയാണല്ലോ. ജാതി വ്യവസ്ഥയെ തന്നെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ടാണ് അംബേദ്കർ പുസ്തകം എഴുതുന്നത് തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള ചരിത്ര സന്ദർഭങ്ങളൊക്കെ ഇപ്പോൾ BJP ഇങ്ങനെ ഈ പ്രതിഷേധത്തിൻ്റെ ഇടയിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കോൺഗ്രസും അംബേദ്കറും തമ്മിലുള്ള ആശയപരമായ പ്രശ്നങ്ങൾ, ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ആ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ അംബേദ്കറിനെ തങ്ങളുടേതാക്കി മാറ്റാൻ ഇനി കോൺഗ്രസിൻ്റെ മറ്റുള്ള ശ്രമങ്ങൾ എന്തൊക്കെയായിരിക്കും? കോൺഗ്രസിന് അത്ര എളുപ്പമല്ല. കാരണം ഒന്ന്, അംബേദ്കർ ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരനായിരുന്നില്ല എന്നുള്ളൊരു വസ്തുത അവിടെയുണ്ട്. അംബേദ്കർ ആദ്യത്തെ നെഹ്റുവിൻ്റെ 1947 ശേഷമുള്ള ആദ്യത്തെ മന്ത്രിസഭ, നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ മന്ത്രിസഭയിലേക്ക് അംബേദ്കർ വരുന്നത് കോൺഗ്രസ്സുകാരനല്ലാതെയാണ് വരുന്നത്, ക്ഷണിതാവായിട്ട്. അത് മഹാത്മാഗാന്ധിയുടെ അടുത്തേക്ക് അംബേദ്കറെ കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ള ശുപാർശ വരുന്നു. മഹാത്മാഗാന്ധി അത് നെഹ്റുവിനോട് പറയുന്നു. ഗാന്ധിയുടെ നിർദ്ദേശം തള്ളാൻ കഴിയാത്തതുകൊണ്ട് ജവഹർലാൽ നെഹ്റു അംബേദ്കറെ ആദ്യത്തെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാവുന്നത്. ഒരു നോൺ കോൺഗ്രസ് മെമ്പറായിട്ടാണ് അദ്ദേഹം അതിനകത്തേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ബ്രില്യൻസ് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹം ആ സഭയുടെ അധ്യക്ഷനാകുന്നത്. അല്ലാതെ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയതുകൊണ്ടല്ല. പല ഘട്ടങ്ങളിൽ ഇപ്പോൾ ഗാന്ധിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് മഹാത്മാഗാന്ധി ഒരിക്കൽ അംബേദ്കറോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ജാതിയുടെ പേരിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഇത് ജനതയെ ഭിന്നിപ്പിക്കുകയുള്ളൂ. അത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ, അങ്ങനെയാണ് പറയുന്നത്, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ആത്യന്തിക ലക്ഷ്യം കൈവരിക്കാനുള്ള ശ്രമത്തെ ദുർബലപ്പെടുത്തുകയുള്ളൂ എന്ന് അംബേദ്കറോട് ഗാന്ധി പറയുന്നുണ്ട്. അപ്പോൾ അംബേദ്കർ പറയുന്നത് ഞങ്ങൾക്കൊരു രാജ്യമില്ല എന്നാണ് അംബേദ്കറുടെ മറുപടി. അപ്പോൾ ഗാന്ധി ചോദിക്കുന്നു അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത് വഴി നടക്കാൻ കഴിയാത്ത, വഴി നടക്കുമ്പോൾ എന്താ പറയുക, തുപ്പലെങ്ങാനും താഴെ വീണു പോയാൽ അത് ശേഖരിക്കാനായിട്ട് ചിരട്ട കഴുത്തിൽ കെട്ടി തൂക്കി നടക്കേണ്ടി വരുന്ന, ആളുകൾ കാണുമ്പോൾ പുറത്തിറങ്ങാൻ പാടില്ലാത്ത മനുഷ്യന്മാർക്ക് ഏതാണ് രാജ്യം എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൺസേൺ അതായിരുന്നു. കാരണം വെച്ചാൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനും സ്വതന്ത്രമായി ജീവിക്കാനും അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാനും ഒക്കെ കഴിയുന്നൊരു അന്തരീക്ഷമാണ് സ്വാതന്ത്ര്യം എന്നാണ് അംബേദ്കർ വിചാരിച്ചത്. അതും ഗാന്ധിയുടെ തിയറിയുമായിട്ട് ഒരു ബന്ധമില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലും കണക്റ്റ് ആവുന്നില്ല. ഒരുപക്ഷെ ഈ അംബേദ്കറുമായിട്ടുള്ള ഈ സംഭാഷണത്തിന് ശേഷമാണ് ഗാന്ധിജി അയിത്തോച്ചാടനം എന്ന് പറയുന്നൊരു പ്രക്രിയയിലേക്ക് പോകുന്നത് എന്ന് പോലും വ്യാഖ്യാനിക്കുന്ന ചരിത്രകാരന്മാരുണ്ട്. അപ്പോൾ ഈ പ്രശ്നം അവിടെ ഉണ്ട്. അതായത് കോൺഗ്രസിൻ്റെ പ്രയോറിറ്റീസും കോൺഗ്രസിൻ്റെ താല്പര്യങ്ങളും ആയിരുന്നില്ല അംബേദ്കറുടെ താല്പര്യങ്ങൾ പലപ്പോഴും. കോൺഗ്രസിൻ്റെ ഒരു ചോയ്സ് ആയിട്ടല്ല അംബേദ്കർ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ മന്ത്രിസഭയിൽ വരുന്നത് ഒന്നും. അപ്പോൾ കോൺഗ്രസ്സിന് അംബേദ്കറുടെ ഒരു പാരമ്പര്യം പൂർണ്ണമായിട്ട് അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷേ ഒരു പരിധി വരെ അവർക്കത് അവകാശപ്പെടാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഡയലോഗ് നിരന്തരം നടന്നിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുമായിട്ടുള്ള ഡയലോഗുണ്ട്, കോൺഗ്രസിൻ്റെ നേതൃത്വമായിട്ടുള്ള ഡയലോഗുണ്ട്, ഗാന്ധിയുമായിട്ടുള്ള ഡയലോഗുണ്ട്. കോൺഗ്രസ്സുകാരനല്ലായിരിക്കെ തന്നെ അംബേദ്കറെ അക്കമഡേറ്റ് ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ അധ്യക്ഷനായിട്ട് അംബേദ്കർ വേണ്ട എന്നായിരുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അന്നുണ്ടായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള നേതാക്കളുടെ തീരുമാനങ്ങൾ. ഒരിക്കലും അംബേദ്കർ വരില്ല. ആദ്യത്തെ ക്യാബിനറ്റിൽ അംബേദ്കർ വേണ്ട എന്ന് നെഹ്റു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വരില്ല. അപ്പോൾ അക്കമഡേറ്റ് ചെയ്യാൻ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ട് എന്നുള്ളൊരു ഫാക്റ്റ് അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ BJPയുടെ കാര്യത്തെക്കാൾ ഉപരി അംബേദ്കറുടെ കാര്യത്തിൽ കോൺഗ്രസ്സിന് കുറച്ചും കൂടെ സ്റ്റേക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ അമിത്ഷാ ഇന്നലെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അംബേദ്കറെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാണ് കോൺഗ്രസ് ചെയ്തത്. 1952 ബോംബെയിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ കോൺഗ്രസ് എതിർത്ത് മത്സരിച്ചു, കോൺഗ്രസ്സാണ് വിജയിച്ചത് എന്ന് അമിത്ഷാ പറയുമ്പോൾ അത് വസ്തുതയാണ്. പക്ഷേ അമിത്ഷാ അവിടെ പറയാതെ പോകുന്നൊരു കാര്യം, അതേ ഇലക്ഷനിൽ അതേ മണ്ഡലത്തിൽ ഹിന്ദു മഹാസഭയും മത്സരിച്ചിട്ടുണ്ട്. BJPയുടെ പ്രാഗ്രൂപമായ ഇതേ ഹിന്ദുത്വ ആശയങ്ങൾ പിന്തുടർന്നിരുന്ന ഗാന്ധിവധത്തിൽ ആരോപണ വിധേയമായിരിക്കുന്ന ഹിന്ദു മഹാസഭ 1952 അല്ലെങ്കിൽ ഗാന്ധിവധത്തിൽ സംഘടന എന്നുള്ള നിലയ്ക്കല്ല, അതിലെ അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് ആരോപണ വിധേയമായിട്ടുള്ള ഹിന്ദു മഹാസഭ 1952 അംബേദ്കറെതിരെ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അമിത്ഷാ പറയുമ്പോൾ കോൺഗ്രസ് മത്സരിപ്പിച്ച് തോൽപ്പിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഞങ്ങളൂടെ മത്സരിച്ചിട്ടാണ് അംബേദ്കർ തോറ്റത് എന്ന് പറയണമല്ലോ. അത് അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സംഗതി. അപ്പോൾ കോൺഗ്രസ്സിന് പൂർണ്ണമായിട്ടും അംബേദ്കർ ഞങ്ങളുടെയാണ് എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ അംബേദ്കറെ കുറേയൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് അവകാശപ്പെടാൻ കോൺഗ്രസ്സിന് സാധിക്കും. അത് ഒരു തരത്തിലും അവകാശപ്പെടാൻ പറ്റാത്തൊരു സംഘടനയാണ് BJPയും BJPയുടെ ഇപ്പോഴത്തെ ലീഡർഷിപ്പ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്,
സ്വാതന്ത്ര്യ സമരത്തിൽ പ്രത്യേകിച്ച് പങ്കൊന്നും രാഷ്ട്രീയ സ്വയം സേവക് സംഘമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഘടനകളോ അതുമായി ബന്ധപ്പെട്ട നേതാക്കളോ വഹിച്ചിട്ടില്ല. ആകെ വഹിച്ച പങ്ക് എന്ന് പറയാൻ സവർക്കർ എഴുതിയ മാപ്പപേക്ഷകൾ മാത്രമേ ഉള്ളൂ. സ്വാതന്ത്ര്യ സമരത്തിൽ RSSോ ഹിന്ദുത്വ ശക്തികളോ എന്തെങ്കിലും പങ്കുവച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് വീർ സവർക്കർ എഴുതിയ 7 കത്തുകളോ 8 കത്തുകളോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര മാത്രമേ ഉള്ളൂ അവരുടെ പങ്കായിട്ട്. വേറൊരു പങ്കും അവർ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ചതായിട്ട് നമ്മളുടെ മുമ്പിലില്ല. അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ നിന്നുള്ള സ്വാതന്ത്ര്യമായിരുന്നില്ല, മറിച്ച് മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകൾ ഇവരിൽ നിന്നുള്ള സ്വാതന്ത്ര്യമായിരുന്നു അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരൊരു പങ്കും വഹിച്ചിട്ടില്ല. അങ്ങനെ വഹിക്കാത്ത ആളുകൾ ഇപ്പോൾ BR അംബേദ്കർ ഒരു മഹാമനുഷ്യനായിരുന്നു, അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനായിരുന്നു, അദ്ദേഹമാണ് ഭരണഘടന രചിച്ചത്, ഭരണഘടന ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചതെന്നൊക്കെ അവകാശപ്പെടുന്നതിൽ ഒരർത്ഥമില്ല. അപ്പോൾ ഈ അർത്ഥമില്ലായ്മ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമിത്ഷാ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു തരത്തിലും ചരിത്രമായിട്ട് ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് പുതിയ കാലഘട്ടത്തിൽ ഈ നേതാക്കളെയൊക്കെ ഏറ്റെടുത്ത് ഞങ്ങളുടേതാക്കി ആക്കാൻ ഉള്ളൊരു ശ്രമമാണ്. അതുപോലും നിൽക്കില്ല. കാരണം വെച്ചാൽ നമ്മുടെ മുമ്പിൽ ഉത്തർപ്രദേശിൽ ദളിത് പെൺകുട്ടികൾക്കെതിരായ അതിക്രമം നടക്കുമ്പോൾ അവിടുത്തെ MLA ആയിരുന്ന BJP നേതാവിനെ സംരക്ഷിക്കാനായിട്ട് ഈ BJP നേതൃത്വം എങ്ങനെയാണ് ശ്രമിച്ചത് എന്നുള്ളതിൻ്റെ കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. ഉന്നാവിൽ എങ്ങനെയാണ് ഒരു ദളിത് പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ടപ്പോൾ അതിൽ പങ്കാളിയായ BJP MLA സഹായിക്കാൻ ഈ BJP നേതാക്കൾ ശ്രമിച്ചതെന്ന് നമ്മുടെ കൺമുമ്പിലുണ്ട്. അവിടേക്ക് പോകാൻ ശ്രമിച്ച പ്രതിപക്ഷത്തിൻ്റെ പ്രതികളെ എങ്ങനെയാണ് തടഞ്ഞതെന്ന് നമ്മൾ, അപ്പോൾ ഈ ദളിത് സമുദായത്തോട് എന്താണ് ഇവരുടെ കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഇവരതിനെ കാണുന്നതെന്ന് നമ്മൾ അത് കൺമുമ്പിൽ നിൽക്കെ ഇവരുടെ അവകാശവാദങ്ങളൊന്നും നിലനിൽക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ പുതിയ കാലമാണ്, പ്രൊപ്പഗാൻഡ മെക്കാനിസം വളരെ ശക്തമായിട്ട് അവരുടെ കയ്യിലുണ്ട്, അത് ഉപയോഗിക്കാൻ അവർക്ക് നന്നായിട്ട് അറിയാം. അത് ഏത് വിധത്തിലാണ് വരും ദിവസങ്ങളിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഞാൻ ഈ വിഷയം പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എക്സൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് ഒരുപാട് പേര് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് ജയ് ഭീം എന്ന ഹാഷ്ടാഗിൻ്റെ കൂടെ കോൺഗ്രസ് ആവട്ടെ BJP ആവട്ടെ അംബേദ്കർ അപമാനിച്ചാൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല. സത്യമാണ്. കാരണം ബ്രാഹ്മണിസം ഭയപ്പെടുന്ന ആശയങ്ങളാണ് അംബേദ്കറിൻ്റെ മുഴുവൻ. അംബേദ്കറിൻ്റെതായി ഇറങ്ങിയ ചില സിനിമകളൊക്കെ വെളിച്ചം കാണാതെ പോയത് ഈ ഒരു പേടിയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള നെറേറ്റീവുകളൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള വലിയൊരു ജനവിഭാഗത്തിന് അസ്തിത്വം കൊടുത്ത, ഈ ദളിത് പോലുള്ള വലിയൊരു വിഭാഗത്തിന് അസ്തിത്വം കൊടുത്ത ആ ഒരു നേതാവ്, ആ നേതാവിൽ വിശ്വസിക്കുന്ന, ആ നേതാവിനെ ദൈവമായി കാണുന്ന വലിയൊരു ജനവിഭാഗം ഇന്ത്യയിലുണ്ടല്ലോ. ഈ ഒരു വിവാദം ആ ഒരു ജനതയെ ഉണർത്താൻ കാരണമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വിചാരിച്ചുകൂടാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ജനവിഭാഗത്തെ ഭയങ്കരമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നിർത്താൻ ഈ ശക്തികൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ BJP ആണ് അതിൽ ഈ പറയുന്ന സൂക്ഷ്മതലത്തിൽ ഈ എൻജിനീയറിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. BJPക്ക് അത് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ 2002 ഗുജറാത്ത് വംശഹത്യാ ശ്രമമായിരിക്കും. ആ വംശഹത്യാ ശ്രമത്തിൽ കയ്യാളുകളായി പ്രവർത്തിച്ചത് മുഴുവൻ ഒന്നുമില്ല പട്ടികവിഭാഗക്കാരായിരുന്നു, അല്ലെങ്കിൽ പട്ടികാധികാരായിരുന്നു. ശിക്ഷിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും പട്ടികവിഭാഗക്കാരോ ആണ്. അതിനപ്പുറത്ത് മായാ കൊദ്നാനി പിന്നീട് കുറ്റവിമുക്തമായി പുറത്തിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന് ആസൂത്രണം വഹിച്ചു, മേൽനോട്ടം വഹിച്ചു എന്നോ അല്ലെങ്കിൽ ആസൂത്രണം നടത്തിയെന്നോ ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തു എന്നൊക്കെ ആക്ഷേപിക്കപ്പെട്ട ഉയർന്ന ജാതിക്കാരായ നേതാക്കളൊക്കെ പുറത്തേക്ക് വളരെ നിർബാധം പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന് അധ്യക്ഷത വഹിച്ചു എന്ന് ആക്ഷേപിക്കപ്പെടുന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി ഏത് വിധത്തിലാണ് അന്വേഷണ ഏജൻസികളുടെ ക്ലീൻ ചിറ്റ് വാങ്ങി പുറത്തേക്ക് പോകുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇതിന് ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ കുറ്റം ചുമത്തപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്താൽ ഭൂരിഭാഗം ആളുകളും ഈ പറയുന്ന പട്ടികവിഭാഗക്കാരോ ആയിരുന്നു. അവരെ മുഴുവൻ ഇതിലേക്ക് കൊണ്ടുവരാൻ കാലങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിലും അത് നടക്കുന്നുണ്ട്. ഈ പറയുന്ന പട്ടിക വിഭാഗങ്ങൾക്കിടയിൽ കടന്നു കയറാനും ഇവർ ഈ ലാർജർ ഹിന്ദു എന്ന് BJP പറയുന്ന ഈ BJPയുടെ ഡെഫിനേഷന് കീഴിൽ വരുന്ന വിഭാഗത്തിൻ്റെ ഭാഗമാണ് ഇവർ എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം വലിയ തോതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവർ മാത്രമല്ല നടത്തുന്നത്, മറ്റ് പല രീതിയിൽ മറ്റ് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നടത്തുന്നുണ്ട്. ഇതേ എന്താ പറയുക വർഗീയമായോ അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടോ അല്ലെങ്കിൽ പോലും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തുന്ന ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അവരിതിനെ ഒരു കാസ്റ്റ് സെഗ്മെൻ്റായിട്ടല്ല കാണുക, അവരിതിനൊരു ക്ലാസ് സെഗ്മെൻ്റായിട്ടാണ് കാണുക. അപ്പോൾ ഇതിനൊരു ക്ലാസ് ആയിട്ടല്ല അവർ അഡ്രസ്സ് ചെയ്യുക, ഇതിനൊരു
ഇത് കാസ്റ്റായിട്ടല്ല അവർ അഡ്രസ്സ് ചെയ്യുക, ഇതിനൊരു ക്ലാസ്സായിട്ട് അഡ്രസ്സ് ചെയ്യുക. അപ്പോൾ ഇതിൽ കുറച്ച് പേര് ആ വിഭാഗത്തിലേക്ക് പോകും. കോൺഗ്രസ് അവരുടേതായ ഒരു പോക്കറ്റ് തുടക്കകാലം മുതൽ ഈ സെഗ്മെൻറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് ഭാഗം അവിടെയുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഫ്രാഗ്മെൻറ്റേഷൻ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു ഒറ്റ ഗ്രൂപ്പായിട്ട് വരിക എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് അത്യാവശ്യം ധാരണയുള്ള മനുഷ്യർ, അംബേദ്കർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു, അംബേദ്കർ എന്തുകൊണ്ടാണ് ഗാന്ധിയെ വിമർശിച്ചിരുന്നത്, എന്തുകൊണ്ടാണ് കോൺഗ്രസുമായിട്ട് അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയ ആളുകൾ ഏത് വിധത്തിലാണ് അദ്ദേഹം ഈ ഉച്ചനീചത്വത്തെ വിമർശിച്ചിരുന്നത്, ബ്രാഹ്മണ്യ സവർണ എന്താ പറയുക സവർണ പ്രത്യയശാസ്ത്രത്തെ എങ്ങനെയാണ് അദ്ദേഹം എതിർത്തിരുന്നത്, വർണ്ണാശ്രമധർമ്മത്തെ അദ്ദേഹം എങ്ങനെയാണ് എതിർത്തിരുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആളുകളായിരിക്കും ഒരുപക്ഷെ എക്സിലൊക്കെ ഈ പോസ്റ്റ് ചെയ്യുന്നത്. അത് ഇപ്പോഴും ഈ വിഭാഗത്തിൽ നിന്ന് സമൂഹത്തിൻ്റെ ഉപരിതലത്തിലേക്ക് എത്താൻ ഭാഗ്യം സിദ്ധിച്ച മനുഷ്യന്മാരാണ്. അവരുടെ റിയാക്ഷനാണ് നമ്മൾ കാണുന്നത്. അപ്പോഴും ഈ താഴെത്തട്ടിൽപ്പെട്ട മനുഷ്യന്മാർ, ഇപ്പോഴും താഴെത്തട്ടിൽ കിടക്കുന്ന മനുഷ്യന്മാർ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോഴും 2014 കണക്ക് പ്രകാരം അല്ലെങ്കിൽ 2015 കണക്ക് പ്രകാരം ഗുജറാത്തിൽ ഏതാണ്ട് 90ഓളം ഈ എന്താ പറയുക അയിത്തത്തിൻ്റെ സിമ്പിൾസ് അവിടെയുണ്ട്. അതായത് നിങ്ങൾക്ക് ഉയർന്ന ജാതിക്കാരനൊപ്പം ഇരിക്കാൻ സാധിക്കില്ല, ഉയർന്ന ജാതിക്കാരൻ കുടിക്കുന്ന ഗ്ലാസ്സിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ഉച്ചനീചത്തിൻ്റെ 90ഓളം അടയാളങ്ങൾ ഇപ്പോഴും ഗുജറാത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, മഹാത്മാഗാന്ധിയുടെ നാടാണ്, മുഹമ്മദ് അലി ജിന്നയുടെ നാടാണ്, സർദാർ പട്ടേലിൻ്റെ നാടാണ്, ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ നാടാണ്, ഈ പറയുന്ന അംബേദ്കറിന് വേണ്ടി വാദിക്കുന്ന അമിത്ഷായുടെ നാടാണ്. ഈ നാട്ടിലാണ് ഒരു 10 വർഷം മുമ്പ് വരെ ഇപ്പോഴും ഈ 90ഓളം അടയാളങ്ങളുണ്ടെങ്കിൽ 10 വർഷത്തിന് ഇപ്പോഴും എല്ലാ അടയാളങ്ങളും നീങ്ങിപ്പോയിട്ടുണ്ടാവും എന്ന് നമുക്ക് കരുതാം. ഇത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇതേ പ്രശ്നം എല്ലാ സ്ഥലങ്ങളിലും അഭിമുഖീകരിക്കും. ഇതൊന്നും മാറ്റാൻ പറ്റാത്ത ഒരു ഭരണകൂടമാണ് അവകാശപ്പെടുന്നത് ഞങ്ങളാണ് അംബേദ്കറിൻ്റെ ആൾ. ഇനി ഈ അംബേദ്കർ എന്ന് പ്രതിപക്ഷം ആവർത്തിക്കുന്നു എന്ന് ആക്ഷേപിക്കുന്ന ഭരണപക്ഷത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ ഒരു കുറേ കാലത്തെ പ്രസംഗങ്ങൾ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം എത്ര തവണ അംബേദ്കറെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. എന്ന് വെച്ചാൽ രേഖപ്പെടുത്തുന്നു. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഭരണഘടനാ ദിവസം, റിപ്പബ്ലിക് ദിനം, അംബേദ്കർ ജയന്തി, അംബേദ്കറുടെ ചരമവാർഷികം, അല്ലെങ്കിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംഗതി, എല്ലാ സ്ഥലത്തും അദ്ദേഹം അംബേദ്കറെക്കുറിച്ച് വാചാലനായിട്ട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഒന്നുമില്ല എന്ന് തന്നെയാണ് അതിൻ്റെ മറുപടി. അപ്പോൾ ഈ പ്രശ്നം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എക്സിൽ കാണുന്ന ഒരു റിയാക്ഷൻ വെച്ചുകൊണ്ട് ഈ സമൂഹം ഒന്നടങ്കം ഇതിനെതിരെ പ്രതികരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ അർത്ഥമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഭരണഘടനയുടെ 75ാം വാർഷികമാണല്ലോ. അംബേദ്കറാണ് നമ്മുടെ ഭരണഘടനയുടെ ശില്പി എന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയാൻ കഴിയും. നിലവിൽ നമ്മൾ ഇതുവരെ സൂചിപ്പിച്ച പോലെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും അംബേദ്കറിനെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സർവാംഗീകൃത മനുഷ്യൻ, ആ ഒരു മനുഷ്യൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള ആശയങ്ങൾ തലയിൽ വെച്ച് പ്രവർത്തിക്കുന്ന നേതാക്കളുടെ അഭാവം അതായിരിക്കുമോ ഇന്നും ഇന്ത്യ നമ്മുടെ ഈ ശക്തമായ ഭരണഘടന ഉണ്ടായിട്ടുകൂടി ഈ നിലയിൽ തുടരാനുള്ള കാരണം? അല്ല, ഇതിപ്പോൾ എന്ന് വെച്ചാൽ സർവാംഗീകൃതനായ മനുഷ്യൻ എന്നൊക്കെ നമ്മളൊരു എന്താ പറയുക ആലങ്കാരികമായിട്ട് പറയുന്നൊന്നുമല്ലേ ഉള്ളൂ. അദ്ദേഹത്തെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല. ഒരു പക്ഷേ ഈ സമൂഹത്തിലെ ഏറ്റവും പിന്നാക്കപ്പെടുന്ന പട്ടികവിഭാഗക്കാരോ ആയിട്ടുള്ള ആളുകൾ, ദളിതുകൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ് ഞങ്ങൾക്ക് ഇപ്പോഴുള്ള ഒരു സാമൂഹ്യ അന്തസ്സെങ്കിലും നേടിത്തന്നത് എന്ന് ഒരു പക്ഷേ ഓർക്കുന്നുണ്ടാവും. ബാക്കി ഒരു വിഭാഗവും ഒരുപക്ഷെ, അതായത് ഹിന്ദുക്കളിലെ ബാക്കി ഒരു വിഭാഗവും ഒരുപക്ഷെ അദ്ദേഹത്തെ അങ്ങനെ കാണുന്നുണ്ടായിക്കൊള്ളണമെന്നില്ല. കുറച്ച് പേരുണ്ടാവും, അല്ലാതെ അതൊരു പൊതുസംഭവമാണ് എന്ന് നമ്മൾ വിചാരിക്കും. ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ അംബേദ്കറുടെ പേര് BJP ഉപയോഗിക്കുന്നതെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പ്രധാനമന്ത്രി ആവർത്തിച്ച് അംബേദ്കറെക്കുറിച്ച് പറയുന്നത് അംബേദ്കറാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്, അല്ലെങ്കിൽ ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളരെ സാമ്പത്തിക പരാധീനതകൾ അനുഭവിച്ചിരുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതേ പ്രധാനമന്ത്രിയുടെ നാട്ടിലാണ് ദളിതുകൾ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ ഒരു പ്രതികരണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലായിരുന്നത്. ആൾക്കൂട്ടാക്രമണം ദളിതുകൾക്ക് നേരെ ഗുജറാത്തിലുണ്ടായപ്പോൾ ഒരു പ്രതികരണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇപ്പോഴും ദളിതുകൾക്ക് ഗുജറാത്തിൽ ഭൂമിക്ക് മേൽ അവകാശമില്ല, അല്ലെങ്കിൽ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരികയോ
ഭൂമിയിൽ അർഹമായ അധികാരം ദളിതുകൾക്ക് കൊടുക്കുകയോ ഗുജറാത്തിൽ ചെയ്തിട്ടില്ല. അത് ചെയ്യാൻ ഈ 2002 മുതൽ 2014 വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചെയ്യാതിരുന്ന മനുഷ്യനാണ് ഇപ്പോൾ അംബേദ്കറെ കുറിച്ച് വാചാലനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ പൊളിറ്റിക്കൽ മോട്ടീവ് മാത്രമാണ്. അമിത്ഷാ ഇപ്പോൾ സംസാരിക്കുന്നതും അതുകൊണ്ട് മാത്രമാണ്. കോൺഗ്രസും ഏറെ ഒന്നും ഭിന്നമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കോൺഗ്രസിന് ആകെ പറയാവുന്ന കാര്യം ഭരണഘടനാ അസംബ്ലിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അംബേദ്കറെ നിയോഗിക്കാൻ അവർ തയ്യാറായി എന്നുള്ളതും, അല്ലെങ്കിൽ അവരുടെ കൂടെ പിന്തുണയോടുകൂടിയാണ് ഒരുപക്ഷെ, അവരുടെ കൂടെ പിന്തുണയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അംബേദ്കർ അവിടെ എത്തില്ലായിരുന്നു എന്നുള്ളതും, ആദ്യത്തെ മന്ത്രിസഭയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി എന്നുള്ളതുമാണ് കോൺഗ്രസിന് അവകാശപ്പെടാവുന്ന കാര്യം. ബാക്കി കോൺഗ്രസിൻ്റെ അവകാശവാദത്തിലും വലിയ കാമ്പൊന്നും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു എന്താ പറയുക, രാഷ്ട്രീയമായ മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയായിട്ട് നമ്മളിതിനെ കാണണം. പക്ഷെ പുതിയൊരു കോണ്ടെക്സ്റ്റിൽ ഭരണഘടനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഭരണഘടന അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള പ്രശ്നമുണ്ട്, ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ട് നിയമനിർമ്മാണങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇത് രാജ്യത്തെ പൗരന്മാരുടെ അടിസ്ഥാന അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇത് ഗൗരവത്തിൽ ഉന്നയിക്കാൻ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാകുന്നുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ് തയ്യാറാകുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ കാലമായിട്ട് അദ്ദേഹം ഭരണഘടനയുടെ ഒരു ചെറിയ കോപ്പിയുമായിട്ട് എല്ലാ വേദികളിലും പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു ഡോക്യുമെൻ്റാണ്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഈ രാജ്യത്തിൻ്റെ പ്രവർത്തനം ഇനിയും മുന്നോട്ട് പോകാൻ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ജനങ്ങളോട് പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ ഭരണഘടനയെക്കുറിച്ച് അദ്ദേഹത്തിനുള്ളൊരു ബോധ്യം അദ്ദേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഡോക്ടർ BR അംബേദ്കറിലേക്ക് കൂടെ എത്തിച്ചേരുന്ന ഒരു ബഹുമാന പ്രകടനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഭരണഘടന മാത്രമല്ല അദ്ദേഹം ആദരിക്കുന്നത്, ആ ഭരണഘടന സൃഷ്ടിക്കാൻ ശ്രമിച്ച വ്യക്തിയെ കൂടിയാണ് അദ്ദേഹം ആദരിക്കുന്നത്. അപ്പോൾ ഓഫ് ലേറ്റ് സ്വാതന്ത്ര്യ സമരകാലത്തോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഘട്ടത്തിലോ അതിന് ശേഷമുള്ള പീരീഡിലോ അംബേദ്കർക്ക് വലിയ പ്രാധാന്യമൊന്നും കോൺഗ്രസ് നേതൃത്വമോ കൽപ്പിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയിലല്ലായിരുന്നു അദ്ദേഹം എന്നുള്ളതുകൊണ്ടായിരിക്കാം കോൺഗ്രസ് എതിർത്തിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന, ഭരണഘടന എന്ന് പറയുന്ന, ഭരണഘടനാദത്തമായ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിനെ സംരക്ഷിക്കണമെങ്കിൽ ഭരണഘടന സംരക്ഷിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഭരണഘടന സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഈ ഭരണഘടന നമുക്ക് പ്രദാനം ചെയ്യാൻ പ്രധാന നിമിത്തമായ ഒരു വ്യക്തിയെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുറേ കൂടെ പ്രസക്തമായിട്ടുണ്ട് അംബേദ്കർ എന്ന പേരും അതിനെ മുൻനിർത്തിക്കൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസും ഒക്കെ നടത്തുന്ന പ്രതിഷേധങ്ങളും എന്ന് നമുക്ക് പറയാം. BR അംബേദ്കർ എന്ന നമ്മുടെ ഭരണഘടനാ ശില്പി, അദ്ദേഹത്തിനെ ചൊല്ലിയുള്ള വാഗ്വാദങ്ങളാണ് നമ്മുടെ പാർലമെൻറ്റിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതോടുകൂടി അംബേദ്കർ എന്ന ആ വ്യക്തിയുടെ സംഭാവനകളെ സ്മരിക്കാൻ, രാജ്യം മുഴുവൻ സ്മരിക്കാൻ ഒന്നുകൂടി കാരണമാവുകയാണ്. നമ്മുടെ ഭരണഘടനയുടെ പ്രാധാന്യം ഓർക്കാൻ ഒരു കാരണം കൂടി ലഭിക്കുകയാണ്. ഏതായാലും ഇന്നും പാർലമെൻറ്റ് പ്രക്ഷുബ്ധമായി നിർത്തിവെച്ചിട്ടുണ്ട്. വരും സമ്മേളനങ്ങളിൽ എങ്ങനെയാണ് പ്രതിപക്ഷം ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഈ ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.